സുഹൃത്തുക്കളെ, ഒന്ന് ആലോചിച്ചു നോക്കൂ. ഏതെങ്കിലും ഒരു മോശം ശീലം നിങ്ങളെ തളച്ചിടുന്നുണ്ടോ? ആ ശീലം കാരണം നിങ്ങളുടെ സ്വപ്നങ്ങൾ ഓരോന്നായി തകർന്നു പോകുന്നുണ്ടോ? എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഏതൊരു ശീലത്തെയും എങ്ങനെ വേരോടെ പിഴുതെറിയാം എന്നോ മഹാത്മാ ബുദ്ധന്റെ അമൂല്യമായ ഉപദേശങ്ങളിലൂടെ നാം ഇന്ന് പഠിക്കാൻ പോവുകയാണ്. ഇതൊരു വെറും ഉപദേശമല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു വഴികാട്ടിയാണ്. അതുകൊണ്ട് ഈ വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങളുടെ ജീവിതത്തിന് ഒരു പുതിയ ദിശ നൽകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഈ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യാനും ഇതുപോലുള്ള വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മനുഷ്യജീവിതം എന്നത് ശീലങ്ങളുടെ ഒരു ആകത്തുകയാണ്. നാം ഇന്ന് എങ്ങനെ ജീവിക്കുന്നു എന്നത് കാലങ്ങളായി നമ്മുടെ ഉള്ളിൽ അടിഞ്ഞുകൂടിയ സംസ്കാരങ്ങളുടെയും നാം ആവർത്തിച്ചു ചെയ്യുന്ന പ്രവൃത്തികളുടെയും ഫലമാണ്. ബുദ്ധൻ എപ്പോഴും അരുളി ചെയ്തിരുന്നത് ഇതാണ്: നിനക്ക് നിന്റെ ജീവിതം മാറ്റണമെന്നുണ്ടെങ്കിൽ ആദ്യം നിന്റെ ശീലങ്ങളെ നിരീക്ഷിക്കുക, അവയെ മനസ്സിലാക്കുക, എന്നിട്ട് അവയിൽ നിന്ന് മുക്തി നേടുക. ഒരു ശീലം ഉപേക്ഷിക്കുക എന്നത് പുറമേ നിന്നുള്ള ഒരു പരിശ്രമം മാത്രമല്ല, അത് ആഴത്തിലുള്ള ബോധോദയത്തിന്റെ പ്രശ്നമാണ്. മനുഷ്യന്റെ ഉള്ളിലുണ്ടാകുന്ന അമിതമായ ആഗ്രഹങ്ങളാണ് അവനെ ബന്ധനത്തിലാക്കുന്നത്. ഉള്ളിലെ ഈ ആർത്തികളെ തിരിച്ചറിഞ്ഞ് അവയിൽ നിന്ന് മോചിതനാകാത്തിടത്തോളം കാലം ശീലങ്ങൾ നിങ്ങളെ വിടാതെ പിന്തുടരും. ഒരു ശീലം പെട്ടെന്ന് ഒരു ദിവസം ആകാശത്തുനിന്ന് വീഴുന്നതല്ല എന്ന് ബുദ്ധൻ പഠിപ്പിച്ചു. ഓരോ ശീലത്തിനും പിന്നിൽ ഒരു കാരണമുണ്ട്, ഒരു വിത്തുണ്ട്. ആ വിത്തിനെ നാം വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ അത് ശക്തമായ ശീലമായി മാറുന്നു. അതുകൊണ്ട് ശീലത്തെയല്ല, മറിച്ച് അതിന്റെ മൂലകാരണത്തെയാണ് മാറ്റേണ്ടത്. അതുകൊണ്ടാണ് ബുദ്ധൻ പറഞ്ഞത് ആഗ്രഹങ്ങളുടെ വേരറുക്കുക എന്ന്. കാരണം ഉള്ളിലെ ആ അമിതമായ ആസക്തി നിലനിൽക്കുന്നിടത്തോളം കാലം ശീലങ്ങളും നിലനിൽക്കും. ഒരു ശീലം എങ്ങനെ ഉപേക്ഷിക്കാം എന്ന ചോദ്യം ബുദ്ധനെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു ചോദ്യമല്ല, മറിച്ച് സ്വയം ഉണരുന്നതിലേക്കുള്ള ആദ്യ ചുവടുവെപ്പാണ്. ശീലങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ബുദ്ധൻ വ്യക്തമാക്കിത്തന്നു. ആദ്യം ഒരു സംഭവം നടക്കുന്നു, അതിനോടുള്ള നമ്മുടെ മനസ്സിന്റെ പ്രതികരണമുണ്ടാകുന്നു. ആ പ്രതികരണം ആവർത്തിക്കപ്പെടുമ്പോൾ അത് ശീലമായി മാറുന്നു. ഉദാഹരണത്തിന്, ഒരാൾ ദേഷ്യം വരുമ്പോൾ ഒരിക്കൽ ഉറക്കെ അലറുന്നു. അതൊരു പ്രതികരണം മാത്രമാണ്. എന്നാൽ ഓരോ തവണ ദേഷ്യം വരുമ്പോഴും അയാൾ അത് ആവർത്തിക്കുകയാണെങ്കിൽ ദേഷ്യപ്പെടുക എന്നത് അയാളുടെ ശീലമായി മാറുന്നു. അതുപോലെ മാനസിക സമ്മർദ്ദം വരുമ്പോൾ ഒരാൾ മദ്യം കഴിക്കുന്നു എന്ന് കരുതുക. അത് ആവർത്തിക്കുമ്പോൾ അയാളുടെ ശീലമായി മാറുന്നു. ബുദ്ധന്റെ പ്രധാന ഉപദേശം ഇതാണ്: ഒരു മോശം ശീലം നിങ്ങളെ പിടികൂടുമ്പോൾ അത് എപ്പോൾ, എങ്ങനെ, എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്ന് തികഞ്ഞ ബോധത്തോടെ നിരീക്ഷിക്കുക. ഇതിനെയാണ് സ്മൃതി അഥവാ മൈൻഡ്ഫുൾനെസ് എന്ന് ബുദ്ധൻ വിളിച്ചത്. ഓരോ നിമിഷവും നമ്മുടെ ഉള്ളിൽ എന്തു നടക്കുന്നു എന്ന് ഒളിച്ചോടാതെയും ജഡ്ജ് ചെയ്യാതെയും നിരീക്ഷിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ഒരു ശീലവും പെട്ടെന്നുണ്ടാകുന്നതല്ല എന്ന്. അതൊരു തിരമാല പോലെ സാവധാനം ഉയർന്നുവരുന്നതാണ്. ആ തിരമാലയുടെ തുടക്കത്തിൽ തന്നെ അതിനെ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ അത് ശീലമായി മാറില്ല. ഇതിനാണ് ബുദ്ധൻ ധ്യാനം പഠിപ്പിച്ചത്. കണ്ണടച്ചിരിക്കുന്നത് മാത്രമല്ല ധ്യാനം, തികഞ്ഞ ജാഗ്രതയോടെയും ബോധത്തോടെയും ഇരിക്കുന്നതാണ് യഥാർത്ഥ ധ്യാനം. ഉള്ളിൽ ഒരു ശീലത്തിന്റെ തിരമാല ഉയരുമ്പോൾ തന്നെ അതിനെ തിരിച്ചറിഞ്ഞാൽ സാവധാനം അതിന്റെ ശക്തി കുറയും. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യം ഉയർന്നേക്കാം: എന്റെ ശീലം വളരെ പഴയതാണ്, അത് ആഴത്തിൽ പതിഞ്ഞുപോയതാണ്, അതിനെ മാറ്റാൻ കഴിയുമോ? ബുദ്ധൻ പറയുന്നു, തീർച്ചയായും കഴിയും. കാരണം ഒരു ശീലവും നിങ്ങൾ ജനിക്കുമ്പോൾ കൂടെ കൊണ്ടുവന്നതല്ല. അവയെല്ലാം ജീവിതയാത്രയിൽ എവിടെയോ വെച്ച് നിങ്ങൾ പഠിച്ചെടുത്തതാണ്. പഠിച്ചെടുത്ത ഏതൊരു കാര്യവും ഉപേക്ഷിക്കാനും സാധിക്കും. ഒരു ശീലം പഠിച്ചെടുക്കാൻ നിങ്ങൾ എത്രത്തോളം ക്ഷമ കാണിച്ചുവോ അത് ഉപേക്ഷിക്കാനും അത്ര തന്നെ ക്ഷമ ആവശ്യമാണ്. അതുകൊണ്ടാണ് ബുദ്ധൻ ക്ഷമയെ സാധനയുടെ ആദ്യ ഗുണമായി കണക്കാക്കിയത്. മോശം ശീലങ്ങളെല്ലാം പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഇല്ലാതാകുമെന്ന് കരുതുന്നത് നിങ്ങളുടെ അക്ഷമയാണ്. ശീലങ്ങൾ ഓരോന്നായി മാത്രമേ ഇല്ലാതാകൂ. വർഷങ്ങളോളം ഒരു കിണറിന്റെ കരയിലെ കല്ലിൽ ഉരസുന്ന കയർ ആ കല്ലിൽ ആഴത്തിലൊരു പാടുണ്ടാക്കുമല്ലോ. ആ പാട് മാഞ്ഞുപോകാൻ സമയമെടുക്കും, പക്ഷെ കൃത്യമായ പരിശ്രമമുണ്ടെങ്കിൽ അത് മായുക തന്നെ ചെയ്യും. ഞാനിനി ഇത് ചെയ്യില്ല എന്ന് നിങ്ങൾ മനസ്സിനോട് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്നാൽ മനസ്സ് കൂടുതൽ ആവേശത്തോടെ ആ കാര്യത്തിലേക്ക് തന്നെ ഓടിച്ചെല്ലും. ഉദാഹരണത്തിന്, ഒരു മഞ്ഞ പശുവിനെക്കുറിച്ച് ചിന്തിക്കരുത് എന്ന് ആരോടെങ്കിലും പറഞ്ഞാൽ ആ നിമിഷം തന്നെ അയാളുടെ ഉള്ളിൽ തെളിയുന്നത് ആ പശുവിന്റെ ചിത്രമായിരിക്കും. ഇവിടെയാണ് ബുദ്ധൻ പോസിറ്റീവ് റീപ്ലേസ്മെന്റ്, സകാമക പ്രതിസ്ഥാപൻ എന്ന വഴി നിർദ്ദേശിക്കുന്നത്. അതായത്, നിങ്ങൾ ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ശീലത്തിനു പകരം ആരോഗ്യകരവും ബോധപൂർവവുമായ മറ്റൊരു പ്രവൃത്തി ശീലിക്കുക. ഉദാഹരണത്തിന്, ദേഷ്യപ്പെടുന്ന സ്വഭാവം മാറ്റണമെന്നുണ്ടെങ്കിൽ ദേഷ്യം വരുമ്പോൾ ഉടൻ തന്നെ ദീർഘമായി ശ്വസിക്കുകയും എന്തുകൊണ്ടാണ് ഈ ദേഷ്യം വരുന്നത് എന്ന് സ്വന്തം ഉള്ളിലേക്ക് നോക്കുകയും ചെയ്യുക. പതിയെ ശ്വാസമെടുക്കുന്ന ഈ രീതി ഒരു ശീലമാവുകയും ദേഷ്യം കുറയുകയും ചെയ്യും. അതുപോലെ മദ്യപാനം ഉപേക്ഷിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ തോന്നലുണ്ടാകുമ്പോൾ ഉടൻ തന്നെ ഒന്ന് നടക്കാനിറങ്ങുകയോ വെള്ളം കുടിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളെ ശരിയായ വഴിക്ക് നയിക്കുന്ന ഒരു സുഹൃത്തിനോട് സംസാരിക്കുകയോ ചെയ്യുക. ഇത്തരത്തിൽ നിങ്ങളുടെ മനസ്സിന് നിങ്ങൾ പുതിയൊരു വഴി കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്.
മനുഷ്യന്റെ ഏറ്റവും വലിയ ശക്തി അവന്റെ വിവേകമാണ് എന്ന് ബുദ്ധൻ ആവർത്തിച്ചു പറഞ്ഞു. വിവേകം ഉണരുമ്പോൾ ശീലങ്ങൾക്ക് അവയുടെ ശക്തി നഷ്ടപ്പെടുന്നു. ഈ വിവേകത്തെ ഉണർത്താനുള്ള ഏറ്റവും നല്ല മാർഗം ധ്യാനമാണ്. ധ്യാനം മനസ്സിനെ ശാന്തമാക്കുന്നു. ശാന്തമായ മനസ്സിന് ഓരോ ശീലത്തെയും കൃത്യമായി നിരീക്ഷിക്കാൻ സാധിക്കും. ബുദ്ധൻ നൽകിയ പഞ്ചശീലങ്ങൾ: അഹിംസ, മോഷണം നടത്താതിരിക്കുക, കള്ളം പറയാതിരിക്കുക, ദുർനടപ്പില്ലാതിരിക്കുക, ലഹരി വർജിക്കുക, ഇവ വെറും ധാർമ്മിക നിയമങ്ങൾ മാത്രമല്ല, മറിച്ച് ശീലങ്ങളെ തകർക്കാനുള്ള ശാസ്ത്രീയമായ വഴികൾ കൂടിയാണ്. കാരണം ഈ ഓരോ ശീലവും നമ്മുടെ ഉള്ളിലെ ഓരോ കെട്ടുപാടുകളെയാണ് അറുത്തുമാറ്റുന്നത്. ഇവിടെ മറ്റൊരു ചോദ്യം ഉയർന്നേക്കാം: എപ്പോഴും മൊബൈൽ നോക്കുക, മധുരം അമിതമായി കഴിക്കുക, വൈകി ഉറങ്ങുക തുടങ്ങിയ സാധാരണ ശീലങ്ങൾ മാറ്റേണ്ടതുണ്ടോ? ബുദ്ധന്റെ ഉത്തരം അതെ എന്നാണ്. കാരണം ഒരു ശീലവും നിങ്ങളെ സ്വതന്ത്രനാക്കുന്നില്ല. ഏതൊരു ശീലവും നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ തളച്ചിടുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ സ്വതന്ത്രനാകണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ നിയന്ത്രിക്കുന്ന ഓരോ കൊച്ചു ശീലത്തെയും നിങ്ങൾ ഉപേക്ഷിക്കേണ്ടതുണ്ട്. ബുദ്ധന്റെ ദൃഷ്ടിയിൽ ഒരു ശീലം ഉപേക്ഷിക്കുക എന്നത് സ്വഭാവം മെച്ചപ്പെടുത്തൽ മാത്രമല്ല, അത് മോചനത്തിലേക്കുള്ള വഴിയാണ്. ശീലങ്ങളിൽ നിന്ന് മുക്തനായവൻ സ്വതന്ത്രനാണ്. ആ സ്വാതന്ത്ര്യമാണ് യഥാർത്ഥ ആനന്ദം. 2500 വർഷങ്ങൾക്ക് മുൻപത്തെപ്പോലെ തന്നെ ഇന്നും ബുദ്ധന്റെ ഈ ഉപദേശങ്ങൾ പ്രസക്തമാണ്. മനുഷ്യൻ ഒരു ശീലത്തിന് അടിമപ്പെടുമ്പോൾ അവന്റെ ബോധം ആ ശീലത്തിന് പിന്നിൽ മറഞ്ഞുപോകുന്നു. ശീലങ്ങൾ വെറും ശാരീരികം മാത്രമല്ല, അവയ്ക്ക് മാനസികമായ വേരുകളുമുണ്ടെന്ന രഹസ്യം ബുദ്ധൻ വെളിപ്പെടുത്തി. പുറമേ കാണുന്ന അമിതഭക്ഷണം, ദേഷ്യം, പരാതി പറയൽ, മറ്റുള്ളവരെ നിന്ദിക്കൽ എന്നിവയ്ക്കെല്ലാം പിന്നിൽ ആഴത്തിലുള്ള ചില മാനസിക കാരണങ്ങളുണ്ട്. ആ വേരുകളെ തിരിച്ചറിയാത്തിടത്തോളം കാലം നിങ്ങൾ വെറുതെ ഉപരിതലത്തിൽ മാത്രം പോരാടിക്കൊണ്ടിരിക്കും. ബുദ്ധൻ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു: ഒരു മോശം ശീലം ഉപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അതിനെ അടിച്ചമർത്തരുത്. മറിച്ച് ആ ശീലത്തിലൂടെ നിങ്ങൾക്ക് എന്ത് സുഖമാണ് ലഭിക്കുന്നത് എന്ന് ആഴത്തിൽ ചിന്തിച്ചു മനസ്സിലാക്കുക. ഓരോ ശീലത്തിനു പിന്നിലും ഒളിഞ്ഞിരിക്കുന്ന ഒരു ആകർഷണമുണ്ടാകും. ഉദാഹരണത്തിന്, ഒരാൾ എപ്പോഴും കള്ളം പറയുന്നെങ്കിൽ അതിനു പിന്നിലെ ആകർഷണം ഭയത്തിൽ നിന്നുള്ള രക്ഷപ്പെടലായിരിക്കും. ഒരാൾ അമിതമായി ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അതിനു പിന്നിൽ ആനന്ദമോ സംതൃപ്തിയോ അല്ലെങ്കിൽ സുരക്ഷിതബോധമോ കണ്ടെത്താനുള്ള ശ്രമമായിരിക്കും. ഒരു ശീലം നമുക്കുള്ളിൽ നിന്ന് എന്തു സുഖമാണ് നൽകുന്നതെന്ന് തിരിച്ചറിയാത്തിടത്തോളം കാലം അതിനെ ഉപേക്ഷിക്കാനുള്ള ശ്രമം അപൂർണമായിരിക്കും. ബുദ്ധൻ അരുളി ചെയ്തത് ഇതാണ്: നിരീക്ഷിച്ച് തിരിച്ചറിയുക, നിങ്ങളുടെ ശീലം നിങ്ങളെ വഞ്ചിക്കുകയാണ്. അത് നിങ്ങൾക്ക് നൽകുന്നത് യഥാർത്ഥ ശാന്തിയല്ല. ഈ സത്യം ഉള്ളിൽ നിന്ന് അനുഭവിച്ചറിയുമ്പോൾ ആ ശീലത്തിന്റെ പിടിസാവധാനം അയയാൻ തുടങ്ങും. ബുദ്ധൻ മറ്റൊരു ആഴമേറിയ കാര്യം കൂടി പറഞ്ഞു: ശീലങ്ങൾ ഒരിക്കലും ഒരു ദോഷമല്ല, മറിച്ച് മനുഷ്യൻ അറിവില്ലായ്മ കൊണ്ട് അവയുടെ അടിമയാകുന്നു എന്നതാണ് യഥാർത്ഥ ദോഷം. നാം ജാഗരൂകരാണെങ്കിൽ ഒരു ശീലത്തിനായി ചിലവഴിക്കുന്ന അതേ ഊർജ്ജത്തെ നമുക്ക് ഉന്നതമായ ഉപാസനയാക്കി മാറ്റാൻ കഴിയും. ഉദാഹരണത്തിന്, എപ്പോഴും ഉത്കണ്ഠപ്പെടുന്ന ഒരാൾ ആ ഊർജ്ജത്തെ ബോധപൂർവമായ നിരീക്ഷണത്തിലേക്ക് മാറ്റിയാൽ അത് ധ്യാനമായി മാറും. അതുകൊണ്ടാണ് ശീലങ്ങളെ പുറത്തേക്ക് എറിഞ്ഞുകളയാൻ കഴിയില്ലെന്നും പകരം അവയെ പരിവർത്തനം ചെയ്യണമെന്നും ബുദ്ധൻ പഠിപ്പിച്ചത്. ഈ പരിവർത്തനത്തിനുള്ള ഏറ്റവും മികച്ച മാർഗം സാക്ഷിഭാവമാണ്. തന്റെ ശീലങ്ങളെ വെറുമൊരു സാക്ഷിയായി നിരീക്ഷിക്കുമ്പോൾ ആ ശീലത്തിന്റെ വേരുകൾ അറുക്കപ്പെടുന്നു. ദേഷ്യം വരുമ്പോൾ എനിക്ക് ദേഷ്യം വരുന്നു എന്ന് പറയുന്നതിനു പകരം ദേഷ്യം ഉയർന്നുവരുന്നത് ഞാൻ കാണുന്നു എന്നുള്ളിൽ പറയുക. ആ ഒരു ചിന്ത തന്നെ നിങ്ങളെ ആ വികാരത്തിൽ നിന്ന് അകറ്റി നിർത്തും. ആ അകലത്തിലാണ് സ്വാതന്ത്ര്യം ജനിക്കുന്നത്. ജാഗ്രതയുള്ളിടത്ത് ശീലങ്ങൾക്ക് നിലനിൽപ്പില്ല. വാക്കുമായി ബന്ധപ്പെട്ട ശീലങ്ങളെ, അതായത് വിമർശനം, കള്ളം പറയൽ, കടുപ്പമുള്ള സംസാരം, നിന്ദിക്കൽ എന്നിവയെ ഇല്ലാതാക്കാൻ മൗനത്തിന്റെ സാധന ബുദ്ധൻ നിർദ്ദേശിച്ചു. കുറച്ചു സമയത്തേക്ക് മൗനം പാലിക്കുന്നത് സംസാരവുമായി ബന്ധപ്പെട്ട ശീലങ്ങളെ തളർത്തും. മൗനം എന്നാൽ മിണ്ടാതിരിക്കുക എന്നു മാത്രമല്ല അർത്ഥം, മറിച്ച് ഉള്ളിലെ പ്രതികരണങ്ങളെ വാക്കുകളാക്കാതെ നിരീക്ഷിക്കുക എന്നാണ്. പലരും ചോദിക്കാറുണ്ട്, ഉപേക്ഷിച്ച ശീലങ്ങൾ വീണ്ടും മടങ്ങിവന്നാൽ എന്തു ചെയ്യും? ബുദ്ധന്റെ മറുപടി ലളിതമാണ്: അവ വന്നോട്ടെ, നിങ്ങൾ വീണ്ടും ജാഗരൂകരാവുക. ആവർത്തിച്ചുള്ള ഈ ബോധപൂർവമായ നിരീക്ഷണം ശീലങ്ങളുടെ മടങ്ങിവരവ് കുറയ്ക്കും. ഞാനിത് ഉപേക്ഷിച്ചതാണല്ലോ, എന്നിട്ടും എന്തേ തിരിച്ചുവന്നു എന്ന നിങ്ങളുടെ അക്ഷമ നിങ്ങളെ വീണ്ടും ആ ശീലത്തിന്റെ അടിമയാക്കും. തുള്ളിത്തുള്ളിയായി കുടം നിറയുന്നതുപോലെ ജാഗ്രതയുടെ ഓരോ നിമിഷവും നിങ്ങളുടെ ശീലങ്ങളുടെ പാത്രത്തെ ശൂന്യമാക്കിക്കൊണ്ടിരിക്കും. മറ്റൊരു പ്രധാന പാഠം സത്സംഗത്തിന്റെ അഥവാ നല്ല കൂട്ടുകെട്ടിന്റെ സ്വാധീനമാണ്. നിങ്ങൾ ഇടപെടുന്ന സാഹചര്യങ്ങളാണ് നിങ്ങളുടെ ശീലങ്ങളെ വളർത്തുന്നത്. മോശം കൂട്ടുകെട്ടിലാണെങ്കിൽ മോശം ശീലങ്ങൾ വളരും. അതുകൊണ്ടാണ് ബുദ്ധൻ സംഘം സ്ഥാപിച്ചത്. ഉപാസനയ്ക്ക് തുണയാകുന്ന ഒരു അന്തരീക്ഷത്തിൽ ശീലങ്ങൾ തനിയെ അയഞ്ഞു തുടങ്ങും. മദ്യപാനം നിർത്താൻ ആഗ്രഹിക്കുന്ന ഒരാൾ മദ്യശാലകളിൽ തന്നെ പോയാൽ വിജയിക്കില്ല, മറിച്ച് അയാൾ തന്റെ ചുറ്റുപാടാണ് മാറ്റേണ്ടത്. ശീലങ്ങൾ ശരീരത്തെയും ബാധിക്കുന്നു. ആലസ്യം ശരീരത്തെ ഭാരമുള്ളതാക്കുമ്പോൾ ലഹരി ശരീരത്തെ രോഗിയാക്കുന്നു. അതുകൊണ്ട് മനസ്സിനൊപ്പം ശരീരത്തിലും ജാഗ്രത പുലർത്തണം. നടക്കുമ്പോഴും സംസാരിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും തികഞ്ഞ ബോധത്തോടെയിരിക്കുക. വെള്ളം കുടിക്കുമ്പോൾ അതറിയുക,
ഭക്ഷണം കഴിക്കുമ്പോൾ ചിന്തകളിൽ മുഴുകാതെ ആ പ്രവൃത്തിയിൽ മാത്രം ശ്രദ്ധിക്കുക. സാവധാനം ഈ ജാഗ്രത ജീവിതം മുഴുവൻ വ്യാപിക്കുകയും ശീലങ്ങൾ തനിയെ തകരുകയും ചെയ്യും. ഏതെങ്കിലും ഒരു ശീലത്തെ തകർക്കണമെന്നുണ്ടെങ്കിൽ അതിനെ വെറുപ്പോടെ സമീപിക്കരുത് എന്നതാണ് ബുദ്ധന്റെ ഏറ്റവും വലിയ ഉപദേശങ്ങളിലൊന്ന്. കാരണം വെറുപ്പ് ആ ശീലത്തെ കൂടുതൽ ദൃഢമാക്കുകയുള്ളൂ. എനിക്ക് ഈ ശീലത്തെ വെറുപ്പാണ് എന്ന് നിങ്ങൾ ആവർത്തിച്ചു പറയുമ്പോൾ ആ വെറുപ്പ് തന്നെ നിങ്ങളുടെ മറ്റൊരു ശീലമായി മാറും. ബുദ്ധൻ എപ്പോഴും അരുളിച്ചെയ്തത് മധ്യമാർഗത്തെക്കുറിച്ചാണ്. ഒരു ശീലത്തെയും അടിച്ചമർത്തരുത്, വെറുക്കരുത്. പകരം തികഞ്ഞ ജാഗ്രതയോടെ അതിനെ നിരീക്ഷിക്കുക. ആ നിരീക്ഷണത്തിലൂടെ ആ ശീലം തനിയെ ഇല്ലാതാകാൻ അനുവദിക്കുക. പുതിയ കാലത്തെ ജീവിതരീതിയിൽ മൊബൈൽ ഫോണിന്റെ അമിത ഉപയോഗം, വൈകി ഉറങ്ങുക, എപ്പോഴും മറ്റുള്ളവരുമായി മത്സരത്തിൽ ഏർപ്പെടുക തുടങ്ങി ഒട്ടേറെ പുതിയ ശീലങ്ങൾ മനുഷ്യനെ തളച്ചിടുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ബുദ്ധന്റെ മാർഗത്തിന് വലിയ പ്രസക്തിയുണ്ട്. കാരണം ബോധപൂർവമായ നിരീക്ഷണം എന്നത് എല്ലാ കാലഘട്ടത്തിനും അനുയോജ്യമായ ഒന്നാണ്. ഒരാൾ ദിവസവും വെറും 5 മിനിറ്റ് നേരം തന്റെ ഉള്ളിലേക്ക് നോക്കാൻ തയ്യാറായാൽ, ഏതൊക്കെ ശീലങ്ങളാണ് തന്നെ ബന്ധിച്ചിരിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞാൽ സാവധാനം ആ കെട്ടുപാടുകൾ അഴിഞ്ഞു തുടങ്ങും. സ്വാതന്ത്ര്യമാണ് ധർമ്മം എന്നാണ് ബുദ്ധൻ പറഞ്ഞത്. ആ സ്വാതന്ത്ര്യത്തിന്റെ അർത്ഥം ഒരു ശീലവും നിങ്ങളെ നിർബന്ധിക്കരുത് എന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ യഥാർത്ഥ ഉടമ നിങ്ങൾ തന്നെയാകണം. മനുഷ്യജീവിതം എന്നത് അവന്റെ ശീലങ്ങളുടെ പ്രതിഫലനമാണെന്ന് ബുദ്ധൻ തന്റെ ശിഷ്യന്മാരോട് വിശദീകരിച്ചിട്ടുണ്ട്. ഈ ശീലങ്ങളെ ഉപേക്ഷിക്കുക എന്നതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴി. ശീലങ്ങൾ ചങ്ങലകൾ പോലെയാണ്. അത് സ്വർണം കൊണ്ടായാലും ഇരുമ്പുകൊണ്ടായാലും ചങ്ങല തന്നെയാണ്. ഈ ചങ്ങലകൾ പൊട്ടിച്ചെറിയാതെ മനുഷ്യന് സ്വതന്ത്രനാകാൻ കഴിയില്ല. ഈ തകർക്കൽ യുദ്ധം കൊണ്ടോ ബലം പ്രയോഗിച്ചോ സാധ്യമാകുന്ന ഒന്നല്ല, മറിച്ച് ആഴത്തിലുള്ള തിരിച്ചറിവിലൂടെയും ജാഗ്രതയിലൂടെയും മാത്രമേ സാധിക്കൂ. ഇവിടെ ഒരു ചോദ്യമുയരുന്നു: ഏതെങ്കിലും ഒരു ശീലം ഉപേക്ഷിക്കാൻ നാം എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഏതൊക്കെ ഘട്ടങ്ങളിലൂടെയാണ് കടന്നുപോകേണ്ടത്? ജീവിതത്തെ സ്വതന്ത്രമാക്കുന്ന ആ ശൈലി ഏതാണ്? ബുദ്ധൻ ഇതിനായി ചില വഴികൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിനു പിന്നിൽ വലിയൊരു ശാസ്ത്രമുണ്ട്. ഒന്നാമത്തെ ഘട്ടം ബോധപൂർവമായ അംഗീകാരമാണ്. ഈ ശീലം എന്റെ ജീവിതത്തെ ദോഷകരമായി ബാധിക്കുന്നുണ്ട് എന്ന് ഒരാൾ ആത്മാർത്ഥമായി സമ്മതിക്കുമ്പോൾ അവിടെ മാറ്റത്തിനുള്ള സാധ്യത തെളിയുന്നു. ഭൂരിഭാഗം ആളുകളും സ്വന്തം ശീലങ്ങളിൽ നിന്ന് ഒളിച്ചോടാനാണ് ശ്രമിക്കുന്നത്. അവയെ ഒളിപ്പിച്ചുവെക്കാനോ ന്യായീകരിക്കാനോ അവർ നോക്കും. എന്നാൽ ന്യായീകരണങ്ങൾ കണ്ടെത്തുന്നതാണ് മാറ്റത്തിനു മുന്നിലെ ഏറ്റവും വലിയ തടസ്സമെന്ന് ബുദ്ധൻ പറയുന്നു. ഈ ശീലം തെറ്റാണ് എന്ന് ധൈര്യപൂർവ്വം അംഗീകരിക്കുന്നതോടെ തന്നെ മാറ്റത്തിന്റെ പകുതി വഴി നിങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. രണ്ടാമത്തെ ഘട്ടം കാരണം കണ്ടെത്തുക എന്നതാണ്. ഓരോ ശീലത്തിന് പിന്നിലും ഒളിഞ്ഞിരിക്കുന്ന ഒരു കാരണമുണ്ടാകും. ഒരാൾ അമിതമായി ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ആഹാരത്തോടുള്ള പ്രേമം മാത്രമല്ല, ഉള്ളിലെ ശൂന്യത നികത്താനുള്ള ശ്രമം കൂടിയാകാം. ഒരാൾ കള്ളം പറയുന്നെങ്കിൽ അതിന് പിന്നിൽ ഭയത്തിൽ നിന്നുള്ള രക്ഷപ്പെടലാകാം. ഒരാൾ ദേഷ്യപ്പെടുന്നെങ്കിൽ അതിന് കാരണം സാഹചര്യങ്ങൾ മാത്രമല്ല, ഉള്ളിലെ അരക്ഷിതാവസ്ഥ കൂടിയാകാം. കാരണം മനസ്സിലാക്കാതെ ശീലം ഉപേക്ഷിക്കാൻ ശ്രമിക്കുന്നത് ഉപരിപ്ലവമായ ഒരു പോരാട്ടം മാത്രമായി അവശേഷിക്കും. മൂന്നാമത്തെ ഘട്ടം ജാഗ്രതയുടെ പരിശീലനം ആണ്. ജാഗ്രത എന്നത് ധ്യാനത്തിലിരിക്കുമ്പോൾ മാത്രം പുലർത്തേണ്ട ഒന്നല്ല, മറിച്ച് ഓരോ നിമിഷവും ചെയ്യേണ്ട ഒന്നാണ്. നടക്കുമ്പോൾ എങ്ങനെയാണ് നടക്കുന്നത് എന്ന് നോക്കുക. കഴിക്കുമ്പോൾ അത് തിരിച്ചറിഞ്ഞ് കഴിക്കുക. ഒരു ശീലം നിങ്ങളെ കീഴ്പ്പെടുത്താൻ തുടങ്ങുമ്പോൾ ആ നിമിഷം ഒന്ന് നിന്നു നോക്കുക. ഈ വികാരം എങ്ങനെയുണ്ടാകുന്നുവെന്ന് നിരീക്ഷിക്കുക. ആ നിരീക്ഷണം മാത്രം മതിയാകും ആ ശീലത്തിന്റെ ശക്തി കുറയ്ക്കാൻ. നാലാമത്തെ ഘട്ടം പുനഃക്രമീകരണം ആണ്. ശൂന്യതയെ വെറും നിഷേധം കൊണ്ട് മാത്രം നികത്താൻ കഴിയില്ല. ഒരു ശീലം ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനു പകരം ആരോഗ്യകരവും സർഗാത്മകവുമായ മറ്റൊന്ന് ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. ലഹരി ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ധ്യാനം പരിശീലിക്കുകയോ ശുദ്ധജലം കുടിക്കുകയോ നല്ല സുഹൃത്തുക്കളോട് സംവദിക്കുകയോ ചെയ്യുക. ദേഷ്യം ഉപേക്ഷിക്കാൻ ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയോ മൗനം പാലിക്കുകയോ കരുണ ശീലിക്കുകയോ ചെയ്യുക. ഈ മാറ്റം നിങ്ങളുടെ ശീലത്തെ പരിവർത്തനം ചെയ്യും. അഞ്ചാമത്തെ ഘട്ടം ക്ഷമയും നിരന്തരമായ പരിശ്രമവുമാണ്. മനുഷ്യൻ പരിശുദ്ധനാകുന്നത് സാവധാനമാണ് എന്ന് ബുദ്ധൻ അരുളി ചെയ്തു. തുള്ളിത്തുള്ളിയായി കുടം നിറയുന്നതുപോലെ ശീലങ്ങളും ഓരോന്നായി മാത്രമേ ഇല്ലാതാകൂ. ഒറ്റ ദിവസം കൊണ്ട് എല്ലാം ഉപേക്ഷിക്കാമെന്ന് ഒരാൾ കരുതുന്നുണ്ടെങ്കിൽ അതയാളുടെ അഹന്തയാണ്. ശീലങ്ങൾ സാവധാനമേ ഇല്ലാതാകൂ. ഓരോ ദിവസവും നടത്തുന്ന ചെറിയ പരിശ്രമങ്ങളാണ് മാറ്റത്തിലേക്കുള്ള ശരിയായ വഴി. ആറാമത്തെ ഘട്ടം കൂട്ടുകെട്ട് തിരഞ്ഞെടുക്കുക എന്നതാണ്. മോശം സാഹചര്യങ്ങളിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ മോശം ശീലങ്ങൾ വളരും. എന്നാൽ നല്ല സാഹചര്യങ്ങളിലാണെങ്കിൽ ഉത്തമമായ സംസ്കാരം നിങ്ങളിൽ വികസിക്കും. സാധകർക്ക് ശീലങ്ങളുടെ പിടിയിൽ നിന്ന് തനിയെ മോചിതരാകാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ലഭിക്കാനാണ് ബുദ്ധൻ സംഘം സ്ഥാപിച്ചത്. ഒരാൾ തന്റെ ചുറ്റുപാടുകളിൽ മാറ്റം വരുത്തിയാൽ അയാളുടെ പകുതി പോരാട്ടം അവിടെ അവസാനിക്കുന്നു. ഏഴാമത്തെ ഘട്ടം മൗനത്തിന്റെയും ധ്യാനത്തിന്റെയും പ്രയോഗമാണ്. മൗനം സംസാരവുമായി ബന്ധപ്പെട്ട ശീലങ്ങളെ തകർക്കുമ്പോൾ ധ്യാനം മാനസികമായ ശീലങ്ങളെ ഇല്ലാതാക്കുന്നു. ഓരോ ദിവസവും അല്പസമയം മൗനമായിരിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ഒരാളുടെ ശീലങ്ങൾ വേരറുക്കപ്പെടാൻ തുടങ്ങും.
മൗനമുള്ളിലെ അനാവശ്യ പ്രതികരണങ്ങളെ ശാന്തമാക്കുകയും ധ്യാനം ജാഗ്രതയെ തീക്ഷ്ണമാക്കുകയും ചെയ്യുന്നു. എട്ടാമത്തെ ഘട്ടം കരുണയുടെയും സ്നേഹത്തിന്റെയും പരിശീലനമാണ്. ഏതെങ്കിലും ഒരു ശീലത്തെ വെറുപ്പോടെ ഉപേക്ഷിക്കാൻ ശ്രമിച്ചാൽ അത് കൂടുതൽ ശക്തമാവുകയേ ഉള്ളൂ എന്ന് ബുദ്ധൻ അരുളി ചെയ്തു. ഒരു ശീലത്തെ നിങ്ങൾ അങ്ങേയറ്റം വെറുക്കുന്നു എന്ന് പറയുമ്പോൾ ആ വെറുപ്പ് തന്നെ നിങ്ങളുടെ പുതിയ ശീലമായി മാറും. അതുകൊണ്ട് നിന്ദിക്കാതെ സ്നേഹത്തോടെയും ബോധപൂർവമായ നിരീക്ഷണത്തിലൂടെയും മാത്രമേ ശീലങ്ങളെ ഇല്ലാതാക്കാൻ കഴിയൂ. അങ്ങനെ സ്നേഹപൂർവം നോക്കുമ്പോൾ ആ ശീലങ്ങളുടെ കെട്ടുകൾ തനിയെ അഴിഞ്ഞു വീഴുന്നു. ഒൻപതാമത്തെ ഘട്ടം ശരീരവും മനസ്സും തമ്മിലുള്ള സന്തുലിതാവസ്ഥയാണ്. ശീലങ്ങൾ കേവലം മാനസികമല്ല, അവ ശരീരത്തെയും ബാധിക്കുന്നു. ആലസ്യം ശരീരത്തെ ജഡമാക്കുമ്പോൾ ലഹരി ശരീരത്തെ രോഗിയാക്കുന്നു. അതുകൊണ്ട് ശീലങ്ങൾ ഉപേക്ഷിക്കാൻ മനസ്സിനൊപ്പം ശരീരത്തിലും ശ്രദ്ധ നൽകണം. കൃത്യമായ ദിനചര്യ, മിതമായ ഭക്ഷണം, കൃത്യസമയത്തുള്ള വിശ്രമം എന്നിവയെല്ലാം ശീലങ്ങളെ തകർക്കാൻ സഹായിക്കുന്നവയാണ്. പത്താമത്തെ ഘട്ടം അനാസക്തി വളർത്തുക എന്നതാണ്. ഒരു വസ്തുവിനോടും സാഹചര്യത്തോടും ശീലത്തോടും അമിതമായ ആസക്തി പുലർത്തരുത് എന്നതാണ് ബുദ്ധന്റെ അന്ത്യോപദേശം. ആസക്തിയാണ് എല്ലാ ശീലങ്ങളുടെയും അടിസ്ഥാന കാരണം. ഒന്നിനോടും ബന്ധിക്കപ്പെടാതിരിക്കുമ്പോൾ ശീലങ്ങൾ തനിയെ ഇല്ലാതാകുന്നു. ഈ ഘട്ടങ്ങൾ മനസ്സിലാക്കി ആരെങ്കിലും ആത്മാർത്ഥമായി പരിശ്രമിച്ചാൽ ഏതൊരു ശീലവും ഉപേക്ഷിക്കാവുന്നതേയുള്ളൂ. ഉദാഹരണത്തിന്, ദേഷ്യം ഉപേക്ഷിക്കണമെന്നുള്ളവർ ആദ്യം അതൊരു ദോഷമാണെന്ന് അംഗീകരിക്കണം. പിന്നെ അതിന്റെ കാരണം എന്താണെന്ന് കണ്ടെത്തണം. അത് അരക്ഷിതാവസ്ഥയാണോ, അഹങ്കാരമാണോ, അതോ അമിതമായ പ്രതീക്ഷകളാണോ എന്ന് നോക്കുക. ദേഷ്യം വരുമ്പോൾ ഉടൻ തന്നെ ജാഗ്രതയോടെ ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. കരുണ ശീലിക്കുകയും ആവർത്തിച്ച് പരിശ്രമിക്കുകയും ചെയ്താൽ ദേഷ്യം തനിയെ കുറഞ്ഞുവരും. അതുപോലെ ലഹരി ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ അത് ശരീരത്തെയും മനസ്സിനെയും നശിപ്പിക്കുകയാണെന്ന് തിരിച്ചറിയണം. അതിന്റെ കാരണം സമ്മർദ്ദമാണോ, ഒറ്റപ്പെടലാണോ, അതോ കൂട്ടുകെട്ടാണോ എന്ന് നോക്കുക. ജാഗ്രത ശീലിക്കുകയും ലഹരിക്ക് പകരം നടക്കാൻ പോകുന്നതോ മറ്റ് ആരോഗ്യകരമായ കാര്യങ്ങളോ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും വേണം. ക്ഷമയോടെ നല്ല കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കിയാൽ ലഹരിയിൽ നിന്ന് മുക്തി നേടാം. ശീലമുപേക്ഷിക്കുക എന്നത് വെറുമൊരു സ്വയം പരിഷ്കരണമല്ല, അത് മോചനത്തിലേക്കുള്ള വഴിയാണ് എന്ന് ബുദ്ധൻ വിശ്വസിച്ചു. കാരണം ശീലങ്ങളിൽ തളയ്ക്കപ്പെട്ടിരിക്കുന്നിടത്തോളം നിങ്ങൾ സ്വതന്ത്രനല്ല. നിങ്ങൾ എപ്പോൾ സ്വതന്ത്രനാകുന്നുവോ അപ്പോൾ മാത്രമേ യഥാർത്ഥ ശാന്തിയും ആനന്ദവും അനുഭവിക്കാൻ കഴിയൂ. ഒടുവിൽ ബുദ്ധൻ പറഞ്ഞത് അപ്പ ദീപോ ഭവഃ എന്നാണ്. അതായത് നിങ്ങൾ തന്നെ നിങ്ങളുടെ വെളിച്ചമാവുക. മറ്റാരെയും ആശ്രയിക്കാതെ സ്വന്തം ജീവിതത്തെ ജാഗ്രതയോടെ നോക്കിക്കാണുക. നിങ്ങൾ ബോധവാന്മാരാകുമ്പോൾ ശീലങ്ങൾ തനിയെ മാഞ്ഞുപോകും. ചുരുക്കത്തിൽ, ഏതൊരു ശീലവും ഉപേക്ഷിക്കാനുള്ള വഴി എന്നത് അതിന്റെ അംഗീകാരം, കാരണങ്ങൾ കണ്ടെത്തുക, ജാഗ്രത, ശീലങ്ങളുടെ പുനഃക്രമീകരണം, ക്ഷമ, സത്സംഗം, മൗനം, ധ്യാനം, കരുണ, സന്തുലിതാവസ്ഥ, അനാസക്തി എന്നിവയാണ്. ഇവയെല്ലാം ഒത്തുചേരുമ്പോൾ എത്ര വലിയ ശീലവും തകർക്കാൻ സാധിക്കും. ഈ വഴി ദൈർഘ്യമുള്ളതാണെങ്കിലും വിജയമുറപ്പാണ്. ശീലങ്ങളുടെ അടിമയാകാതെ ജാഗ്രതയോടെ അവയെ മാറ്റിമറിക്കാനും സ്വതന്ത്രനാകാനും ബുദ്ധന്റെ ഈ ഉപദേശങ്ങൾ ഇന്നും നമ്മെ പ്രേരിപ്പിക്കുന്നു. ഈ സ്വാതന്ത്ര്യമാണ് ജീവിതത്തിന്റെ സാരം. ഇതാണ് യഥാർത്ഥ ശാന്തി.